ഇന്റർസെഷനെ കുറിച്ച്, ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് എങ്കിലും ഞാനിവിടെ പറയുന്നത്. ഇന്റർസെഷനെ കുറിച്ച് നമ്മൾ യെഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 22-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. മധ്യസ്ഥതയെക്കുറിച്ച് പറയുമ്പോഴല്ലേ എന്റെ മനസ്സിൽ വരുന്ന വാക്ക് ഇതാണ്, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക. ചെറിയ രീതിയിലുള്ള ഇടിവിൽ നിൽപ്പല്ല, എന്താണ് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക. എന്താ ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മതിലെന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് രണ്ട് കാര്യത്തിന് ഇടയ്ക്ക് വരുന്നതാണ് എന്ത്? മതിൽ. അപ്പൊ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് മതിലായിട്ട് നിൽക്കുന്നതാണ് വാസ്തവത്തിൽ എന്ത്? മധ്യസ്ഥത. മതിലായിട്ട് നിന്നാലുള്ള പ്രത്യേകത ഇറ്റ്സ് ലൈക്ക് ഒരു പരിച പോലെയാണ്, ഇല്ലേ? ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് ഒരുത്തനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടവൻ. ഞാൻ കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു. ഭയങ്കര തല്ലിപ്പെടുന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടെ ഇവിടെ എല്ലാം പോയി തല്ലുണ്ടാക്കും, തല്ലുകയും ചെയ്യും, തല്ലാൻ അറിയുകയും ചെയ്യാം. അല്ലാതെ എന്താ വെറുതെ പോയി കൊള്ളുകയൊന്നുമല്ല, തല്ലുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം എങ്ങാണ്ടോ പോയി ആരാണ്ടോട് തല്ലുണ്ടാക്കി അവന്റെ ഇടിച്ച ഒരു ഇടി കൊടുത്തതാണ്. നാക്കിന്റെ മോളിൽ നിന്ന് താഴെ നോങ്ങി മുറിഞ്ഞെന്ന്. അവന്റെ അല്ല, ഇടിച്ചോണ്ട്. അവന്റെ കൂട്ടുകാരെ എല്ലാം കൂടെ വിളിച്ച് പിറ്റേ ദിവസം രാവിലെ വന്നിരിക്കുകയാണ് മറ്റവനെ തല്ലാൻ. അപ്പൊ എന്റെ റൂമിലാ. അവൻ റൂമിന്റെ കൊട്ട് കേട്ട് ഞാൻ കതക് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സംഗതി പന്തികേടാണെന്ന് മനസ്സിലായി. എവിടെ സാബു എവിടെയാണെന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്താ? അപ്പോഴത്തേക്ക് സാബു എണീറ്റ് വന്നു. സാബു എണീറ്റ് വന്നപ്പോഴത്തേക്ക് എന്റെ തോളിന്റെ പുറകിലൊക്കെ ഇവനെ ഇടിക്കാൻ വേണ്ടി നോക്കുക. അപ്പം കോളേജ് പഠിക്കുന്ന സമയമല്ലേ, നമുക്കും അത്രയ്ക്ക് അങ്ങ് കൂട്ടുകാരനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനങ്ങ് തടഞ്ഞു നിർത്തിയിട്ട് പെതിയെ മറഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ കഥ കളിച്ച് ഇവനെ അകത്താക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം പറ. അത് കണ്ടില്ലേ, അവന്റെ നാക്ക് കണ്ടില്ലേ, അവനെ തല്ലി, അവനെ ഞങ്ങൾ തല്ലാന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനെ തല്ലിയപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ട്, എന്റെ കൂട്ടുകാരനെ തല്ലി എനിക്ക് പ്രയാസമുണ്ട്, കാര്യം പറയാം, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു ദം. ഫൈനലി ഒരു സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മതില് പോലെ നിന്നപ്പോ എനിക്കും കിട്ടി കണ്ടു നിന്നു. എന്നെ തല്ലാനല്ല അവർ വന്നത്, അതുകൊണ്ട് ഇടിയൊന്നും എനിക്ക് കാര്യമായിട്ട് ചെയ്യില്ല. പക്ഷെ എന്റെ പിന്നെ പുറത്തിന് മുകളിലൂടെയൊക്കെ ഇടിച്ച കൂട്ടത്തിൽ ഞാൻ ഈ മതില് കെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് അവനെ തല്ലുന്നത് എന്നെ തല്ലിക്കൊള്ളാനാണ് പറയുന്നത്. എനിക്ക് മനസ്സുണ്ടായിട്ടാണ് എന്ത്, അവനെ തല്ലുകൊള്ളിക്കാൻ എനിക്ക് മനസ്സില്ല. ഇപ്പൊ ഞാൻ ഈ മതില് കെട്ടിന്ന് പറയുമ്പോഴല്ല ആ സംഭവം ഓർക്കും. ഇതേപോലെ തന്നെ ദൈവത്തിന്റെ ക്രോധം മനുഷ്യന്റെ മേൽ പതിക്കാതിരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? മനുഷ്യനും ദൈവത്തിനും മധ്യത്തിൽ ഇടിവിൽ നിൽക്കുകയാണ്. അതാ വാസ്തവത്തിൽ മോസസ് പറയുന്നത്, അതാ വാസ്തവത്തിൽ പോൾ പറയുന്നത്. അവരുടെ ഡെസ്റ്റിനി എന്താണോ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്റർസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വില കുറഞ്ഞ കാര്യമൊന്നും അല്ല. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അതൊരു സാക്രിഫൈസാണ്. അതൊരു ഒരു വാസ്തവത്തില് എന്താണ് അത്? വി ആർ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗാഡ്. ബട്ട് യു നോ ഗാഡ് റിയലി വാണ്ട്സ് us to do that. അത് ചെയ്യാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം യേശു അതാണ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് അതാണ് ചെയ്യുന്നത്. നമ്മളും ചെയ്യേണ്ടത് എന്താണ്? Intercession. We need to pray for each other. And we need to pray for the unsaved people. We need to pray for the newborn. We need to pray for, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ we need to pray for the saints. We need to pray for the laborers. We need to pray for the nations. ഒത്തിരി ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. പക്ഷേ മധ്യസ്ഥത എന്ന് പറയുന്നത് വിലയില്ലാത്തൊരു കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് വില കൊടുത്തേ പറ്റൂ. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. Pray for the saints. We need to pray for all the saints. And we need to pray for the unsaved. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൺസേൺ, മധ്യസ്ഥതയിലെ ഒരു പ്രത്യേകത അതാണ്. What is God's concern? And that becomes my concern. And only then I will be able to stand before that person and God. ദൈവത്തിന്റെ കൺസേൺ എന്താണ്? എന്റെ കൺസേൺ. ദൈവത്തിന്റെ കൺസേൺ എന്റെ കൺസേൺ ആകുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് മധ്യസ്ഥത അണയ്ക്കുവാൻ പറ്റുന്നത്. ഈ മധ്യസ്ഥത അണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് നമ്മൾ ആർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നോ അവിടേക്ക് ചിലപ്പം ദൗത്യവുമായിട്ട് നമ്മളെ ആയിരിക്കും ദൈവം പറഞ്ഞു വിടുന്നത്. അത് മറന്നു പോകരുത്. അതുകൊണ്ട് മധ്യസ്ഥത എന്ന് പറയുന്നത് പ്രാർത്ഥനാ മുറിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുകയില്ല. റോമാലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തില് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. എല്ലാവർക്കും കർത്താവ്
ഒരുവൻ തന്നെ. There is only one God. There is only one God. താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴെല്ലാം അവൻ യഹൂദന്മാരുടെ മാത്രം ദൈവം, അവൻ ജാതികളുടെയും ദൈവമല്ലയോ, ദൈവം ഒരുവൻ മാത്രമല്ല ഉള്ളോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? വി നീഡ് ടു പ്രേ ഫോർ ദി അൺസേവ്ഡ്. കാര്യം ദൈവത്തിന്റെ കൺസേൺ ആണ്. അപ്പം മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രത്യേകത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ എൻറ്ററിങ് ഇൻ ടു ഗോഡ്സ് ഷൂസ്. ദൈവത്തിന്റെ ഷൂവിലേക്ക് നമ്മൾ കയറുന്നത്. കാര്യം ദൈവത്തിന്റെ കൺസേൺ നമ്മളുടെ കൺസേൺ ആയി തീരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇന്റർസെഷനെ കാണേണ്ടത്. ആൻഡ് വി നീഡ് ടു പ്രേ ഫോർ, നമ്മൾ താഴോട്ട് വായിച്ച ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. വി നീഡ് ടു പ്രേ ഫോർ ദ സെയിൻസ്, വി നീഡ് ടു പ്രേ ഫോർ ദ ലേബറേഴ്സ്. നമ്മൾ എന്ത് വേണം? കൊയ്ത്തിനു വേണ്ടി, വേലക്കാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. നമ്മൾ അത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന് 35 മുതൽ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെയും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. കൊയ്ത്തിനു വേണ്ടി വേലക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ, അല്ലെ? വി നീഡ് ടു പ്രേ ഫോർ ലേബറേഴ്സ്. അവൻ മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത് കൊയ്ത്തിനു വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞിട്ട്, അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് 10-ാം അധ്യായം 1-ാം വാക്യം വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് അവരെ തന്നെ കർത്താവ് എന്ത് ചെയ്യാണ്? പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇന്റർസെഷൻ ഇൻവോൾവ്മെന്റിലേക്ക് നയിക്കും എന്നുള്ളത് നമ്മൾ മറക്കരുത്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഇൻഫർമേഷൻ ലീഡ്സ് ടു ഇന്റർസെഷൻ ആൻഡ് ഇന്റർസെഷൻ ലീഡ്സ് ടു ഇൻവോൾവ്മെന്റ്. ഒരു ലോകത്തെക്കുറിച്ച്, ഒരു ജനത്തെക്കുറിച്ച്, ഒരു ഭാഷയെക്കുറിച്ച്, ഒരു ജനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് നമ്മളെ എന്തിന് പ്രേരിപ്പിക്കുന്നത്? അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ നമുക്ക് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ മധ്യസ്ഥത അണയ്ക്കുന്ന സ്ഥലത്തിലേക്ക് ദൈവം ഒരു വശം നമ്മളെ പറഞ്ഞു വിടുമെന്നുള്ളതിനും മറന്നു പോകരുത്, അല്ലേ? യെശയ്യാവിന്റെ വലിയൊരു കൺസേൺ ആയിരുന്നു. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കർത്താവിനെ യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഇതാ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു. അപ്പോൾ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്ന് അവനാണ് മനസ്സിലായി. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു എന്നുള്ള അവന്റെ വലിയൊരു കൺസേൺ ആണ്. അവരെക്കുറിച്ചുള്ള വലിയൊരു ബേർഡൻ. അവരെക്കുറിച്ച് ബേർഡൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അകൃത്യം നീങ്ങിയിട്ടും അവൻ ഇട്ടേച്ച് പോകാഞ്ഞത്. സറാഫുകളുടെ ഒരുത്തൻ വന്നിട്ട് കൊടിൽ കൊണ്ട് അവന്റെ നാവിനെ തൊടുവിച്ചു, ഇത് നിന്റെ അകൃത്യം നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കർത്താവേ, പാപിയായിരുന്ന എന്റെ അധരത്തെ നീ തൊട്ടല്ലോ, നീ എന്നെ ശുദ്ധനാക്കിയല്ലോ, കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ വീട്ടിൽ പോയി. പക്ഷേ യെശയ്യാവ് എന്ത് ചെയ്തില്ല? പോയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്നുള്ളത് പോലെ തന്നെ അവന്റെ വിഷയമാണ്. അവൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ മധ്യത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് അവൻ പിന്നെ അവിടെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, നാം ആരെ അയക്കണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? കാര്യം ശുദ്ധിയില്ലാത്ത അധരങ്ങളെക്കുറിച്ചുള്ള കൺസേൺ യെശയ്യാവിന്റെ മാത്രം കൺസേൺ അല്ല, ആരുടെയും കൂടെ കൺസേണാ? ദൈവത്തിന്റെ കൂടെ കൺസേണാ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആത്മഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമുള്ള ഒന്നുമല്ല. ആത്മഭാരം ശരിക്കുള്ളത് ആർക്കാ? ദൈവത്തിനാ. എന്നാൽ ദൈവത്തിന്റെ ഭാരം നമ്മുടെ ഭാരം കൂടെ ആകുമ്പോഴാണ് നമുക്ക് മധ്യസ്ഥത അണയ്ക്കാൻ കഴിയുന്നത്. ഇന്റർസെഷനിൽ ദൈവത്തിന്റെ ഭാരം നമ്മുടെ ഭാരമായി തീർന്നു. അപ്പോഴാണ് നമ്മൾ മധ്യസ്ഥത അണയ്ക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഭാരം എന്റെ ഭാരമാകുമ്പോഴേ ദൈവം എന്നെ ഒരു മിഷൻ ഫലമേൽപ്പിക്കത്തുള്ളൂ. അപ്പൊ കർത്താവ് പറയും, നിനക്ക് ഭാരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി, എന്നാ നീ പോക്കോ, അല്ലേ? നമ്മുടെ മിഷന്റെ പ്രത്യേകം മിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. മിഷൻ എന്താണ്? ദൈവത്തിന്റെ ഭാരവും എന്റെ ഭാരവും ഒന്നാകുന്നതാണ്. ഒന്നാകുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ പറഞ്ഞു വിടുന്നു. പക്ഷെ അതിനിടയ്ക്കുള്ള കാര്യമാണ് എന്ത്? മധ്യസ്ഥത എന്ന് പറയുന്നത്. ആൻഡ് വി നീഡ് ടു പ്രേ ഫോർ റിവൈവൽ. ദാറ്റ് ഈസ് Psalms 85:6. കർത്താവേ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? എല്ലായ്പ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ് റിവൈവലിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, ഉണർവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ഉണർവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം നടത്തുമ്പോൾ ഉണർവല്ല. എന്താ? നീ ഞങ്ങളെ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? എന്തിനാണ്? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. നമ്മുടെ ചർച്ചസ് ദൈവത്തിൽ ആനന്ദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മടങ്ങിവരവുണ്ടാകണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, സഭകളിൽ ആനന്ദം ഉണ്ടാകുന്നത് ദൈവത്തിലല്ല, ദൈവം തരുന്ന കാര്യങ്ങളിലൊക്കെയാണ്. അതിനു പകരം ദൈവത്തിൽ തന്നെ സന്തോഷിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് മടങ്ങി വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? റിവൈവൽ. ഞാൻ വിശദമാക്കുന്നില്ല, നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ആ ഒരു റിവൈവലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആൻഡ് ഓൾസോ വി നീഡ് ടു ഇന്റർസീഡ് ഫോർ ദ നേഷൻസ്. നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഒരു പ്രവാചകനും, നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ? പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നതല്ല, ആരോടെങ്കിലും പോയി വിളിച്ചു പറയുന്നതാണ് പ്രവചനമെന്ന. പ്രവാചകന്റെ ആദ്യത്തെ ചുമതല പ്രവചനം പറയുകയല്ല, ആദ്യത്തെ ചുമതല മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളതാണ്.
ആമോസിന്റെ പ്രവചനം വായിക്കുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആമോസിനെ ദൈവം ആദ്യം നമ്മൾ ആമോസിന്റെ പ്രവചനം അതിന്റെ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ആദ്യം കാണുന്നത്, കർത്താവ് എനിക്ക് കാണിച്ചു തന്നാൽ പുല്ല് രണ്ടാമത് മുളച്ചപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അപ്പം വിട്ടിലുകൾ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ, വിട്ടിലുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആമോസ് എന്ത് ചെയ്യുന്നു? ഉടനെ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് തീ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആമോസ് എന്ത് ചെയ്തു? കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവനൊരു തൂക്കുകെട്ട കാണിച്ചു കൊടുത്തു. തൂക്കുകെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം ലൈൻ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇടികെട്ട എന്നുള്ളതിന്റെ ഒരു ട്രാൻസ്ലേഷനാണ്. മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ല. ഇടികെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇടിച്ചു കളയുന്ന, നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പേജ് പറഞ്ഞ ഒരു ബുൾഡോസർ കാണിച്ചു കൊടുത്തു. കർത്താവ് പറഞ്ഞു, ഇനി ഞാന് ക്ഷമിക്കത്തൊന്നുമില്ല, അവരെ ഞാന് ഇടിച്ചു കളയും എന്ന് കൃത്യതയോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമോസ് എന്ത് ചെയ്തു? ടൗണിൽ അല്ലെങ്കിൽ വീതികളിൽ ചെന്നിട്ട് പറഞ്ഞു, ഇതാ ദൈവം നിങ്ങൾക്കെതിരായിരിക്കുന്നു, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം നിങ്ങളെ ഇടിച്ചു കളയും. അപ്പൊ ഞാൻ ഈ ആമോസിന്റെ പ്രവചനം വായിക്കുമ്പോഴേ എന്റെ മനസ്സിലുള്ള ചിന്ത, ആമോസ് ഞാനാണെങ്കിൽ ആദ്യം ചെയ്യുന്നതായിരിക്കും. ദൈവം വിട്ടിലുകളെ കാണിച്ച് തന്നു, എല്ലാം നശിപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴേ ഞാൻ എന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആമോസ് ഇസ്രായേൽക്കാരനല്ല, ആമോസ് യഹൂദിയക്കാരനാണ്, തെക്കേ രാജ്യക്കാരനാണ്. ആര്? ആമോസ്. അവന്റെ നാടല്ല ഇത്. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് 12-ാം വാക്യത്തില്, എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക എന്ന് പറയാൻ കാര്യം, അവന്റെ നാടല്ല, വേറൊരു നാട്ടിൽ ചെന്നാ ഇവനിത് പറയുന്നത്. അപ്പൊ എന്നോട് ദൈവത്തെ അനുസരിക്കാത്ത ചില ആളുകളെ ദൈവം നശിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാച്ചുറൽ ടെൻഡൻസി എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അനുസരിക്കാത്ത അവനെ ദൈവം കാണിച്ചു കൊടുക്കും. എന്നാ പിന്നെ നേരെ പോയി അവനോട് പറയാം, എടാ സൂക്ഷിച്ചോണം, ദൈവം എനിക്കൊരു ദർശനം തന്നിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് എന്താ, ഇതാ വിട്ടിലുകളെ അയച്ച് നിന്റെ മുഴുവൻ കാര്യങ്ങളെ നശിപ്പിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറയാനായിരിക്കും എന്റെ ടെൻഡൻസി. രണ്ടാമത്തെ ദർശനം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, എന്താ, തീയാലെല്ലാം നശിപ്പിക്കാൻ പോകുകയാണ്. ദർശനം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി പറയാൻ വേണ്ടിയുള്ളതാണ് ദർശനമെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷെ ഒരു പ്രവാചകന്റെ ഒന്നാമത്തെ ചുമതല കാണുന്ന കാഴ്ചകളെല്ലാം വിളിച്ചു പറയുകയല്ല. ഒന്നാമത്തെ ചുമതല, ദൈവം കണ്ട കാഴ്ചയ്ക്ക് അവർ അധീനരായി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ക്ഷമിക്കണമേ. ആരോട് ക്ഷമിക്കണം? എന്നോടല്ല, ഇസ്രായേലിനോട് അല്ലെങ്കിൽ യാക്കോബിനോട് ശ്രമിക്കണമേ, അവൻ ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും? ഇതാണ് പ്രവാചകന്റെ ഒന്നാമത്തെ ചുമതല. മധ്യസ്ഥതയാണെന്ന് പറയാൻ കാര്യം. പ്രവാചകന്റെ ഒന്നാമത്തെ ചുമതല എന്താണ്? മധ്യസ്ഥതയാണ്. ദൈവം നമ്മളെ കാണിക്കുന്ന കാഴ്ചകൾ നമുക്കൊരാവേശമാണ് എല്ലാവരോടും പറയാൻ. ഈ പ്രവാചകന്മാർക്ക് തന്നെ ഭയങ്കര ആവേശമാണ് ദൈവം കാണിക്കുന്ന കാഴ്ചകളെല്ലാം പറയാൻ. ഞാനൊരാളോട് ഇങ്ങനെ സംസാരിച്ചു കൊടുത്ത് പറഞ്ഞു, ദൈവം നിങ്ങളൊരു കാഴ്ച കണ്ടാൽ എന്തിനാ ആ കാഴ്ച കാണിച്ചതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇത് ചെന്നൊരാളോട് പറയാനായിരിക്കത്തേ ഇല്ല. എന്തിനു വേണ്ടിയായിരിക്കും? നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ അണയ്ക്കാനായിരിക്കും. നമ്മളൊക്കെ നമ്മുടെ സഹോദരിമാരൊക്കെ ചിലപ്പോൾ പറയും, ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു, അല്ലേ? അത് നടക്കുന്നതിന് മുമ്പേ കർത്താവ് എന്നെ കാണിച്ചായിരുന്നു. എല്ലാവരും പറയുന്നതാണ്, അത് നടക്കുന്നതിന് മുമ്പ് കർത്താവ് എന്നെ കാണിച്ചായിരുന്നു. നല്ല കാര്യം. എന്തിനാ കാണിച്ചത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ഇന്റർസീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ആമോസിനെ കർത്താവ് ഒരു കാഴ്ച കാണിച്ചു. അവൻ എന്ത് ചെയ്തു? അവൻ മധ്യസ്ഥത അണച്ചു. ഒരു പ്രവാചകൻ എപ്പോഴും മധ്യസ്ഥത അണയ്ക്കുന്നവനായിരിക്കും. ഒരു പ്രവാചകൻ എപ്പോഴും ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഭാഗം വീണ്ടും പഠിക്കാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് അവിടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പ്രധാനമായും ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞതുപോലെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളൊക്കെ മധ്യസ്ഥത അണയ്ക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വാർത്ഥമായ പ്രാർത്ഥനയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുക? അവരോട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, അവരോട് ഏകീഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അവരുടെ വേദന എൻ്റെ വേദനയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അവരുടെ മുറിവ് എൻ്റെ മുറിവാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് കഴിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന അനുഭവം എങ്ങനെയുണ്ട്? നമ്മുടെ മധ്യസ്ഥ അനുഭവം എങ്ങനെയുണ്ട്? കോസ്റ്റ് കൊടുക്കാൻ തയ്യാറായിട്ട് ഒരു മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാനുള്ള തയ്യാറെടുപ്പോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളോട് തന്നെ ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിന്റെ തലത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിനും ജനങ്ങളുടെ കാര്യത്തിനും എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ചെയ്യാനിരിക്കുന്ന പ്രവൃത്തി ഞാൻ നിയമം ചെയ്ത അബ്രഹാമിനോട് ഞാൻ അറിയിക്കാതെ ഇരിക്കുമോ? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം നമ്മളെ ലോകത്തിന്റെ ഭാവി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ
അവൻ്റെ സാന്നിധ്യത്തിൽ കടന്ന് ആത്മതലത്തിൽ അവൻ്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു പുതിയ തലം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് മറ്റൊന്നിനുമല്ല, എനിക്ക് വ്യത്യാസം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വ്യത്യാസം ഉണ്ടാകാനല്ല, ഒരു പരിധിവരെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാനുമല്ല, എനിക്ക് വ്യത്യാസം ഉണ്ടാകുവാൻ. എനിക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ദൈവം സാഹചര്യങ്ങളെ മാറ്റും, അത് വേറെ കാര്യം. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാവേണ്ട മാറ്റങ്ങൾ പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. കർത്താവിനോട് പറയാമോ, കർത്താവേ എനിക്കൊരു മാറ്റം ആവശ്യമുണ്ട്, കർത്താവേ എനിക്കൊരു ചേഞ്ച് ആവശ്യമുണ്ട്. ഞാൻ പലപ്പോഴും മറ്റൊരാളെ മാറ്റണേ, കർത്താവേ എൻ്റെ സാഹചര്യത്തെ മാറ്റണമേ എന്നൊക്കെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അല്പം അവിവേകമായി കർത്താവെ നീ തന്നെ മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇല്ല, കർത്താവെ ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറി നിന്ന് നിന്റെ ഇഷ്ടം, എന്നെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന, ആ റിക്വസ്റ്റ് നീ തന്നെ, അതിൻ്റെ ഓർഡർ നീ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം ആത്മാവിൻ്റെ തലത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അത് സ്വാർത്ഥമായ നിലയിലല്ല, പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി വേദനയോടെ അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് അവരോട് ഏകീഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.